എല്ലാവർക്കും നമസ്കാരം. വിഭജികയിലേക്ക് സ്വാഗതം. പ്രദക്ഷിണവും നാമജപവും. ശരീരത്തിന് പ്രാണചലനം കൂട്ടാനാണ് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്നത്. പ്രാണൻ ചലിക്കുമ്പോൾ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുവഴി നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് അമ്പലത്തിൽ ആൽവൃക്ഷങ്ങൾ കാണാറുണ്ട്. ഇത് ആ പരിസരത്ത് ഓക്സിജന്റെ അളവ് കൂട്ടാൻ കാരണമാവുന്നു. അങ്ങനെ പ്രദക്ഷിണം ശരീരത്തിനുണ്ടാകുന്ന ക്ഷതത്തെ ത്രാണനം ചെയ്യാൻ കഴിയുന്നു. നാമജപം എന്തിനാണ്? മനസ്സിന്റെ വിഷമത്തെ ത്രാണനം ചെയ്യാനാണ് നാമജപം. നാമത്തെ അറിഞ്ഞു ജപിക്കുക. അപ്പോഴാണ് നാമജപം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. പ്രദക്ഷിണവും നാമജപവും കൂടെയാകുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായി മാറുന്നു. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം, മറ്റു ദേവന്മാർക്ക് 3 പ്രദക്ഷിണം. ആദ്യ പ്രദക്ഷിണം പാപമോചനം, രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശന അനുമതിയെയും, മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. കൂടുതൽ പ്രദക്ഷിണ വിവരങ്ങളുമായി നമുക്കിനിയും കാണാം. നന്ദി.